നമസ്കാരം. ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ അപ്പാടെ ഉലച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് ഏപ്രിൽ 2 മുതൽ പരസ്പര താരിഫ് ചുമത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. താരിഫ് യുദ്ധം ആഗോളതലത്തിൽ ഓഹരി വിപണികളിൽ അസ്ഥിരതയും അനിശ്ചിതത്വവും സൃഷ്ടിച്ചിട്ടുണ്ട്. ചൈന, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ പ്രതികാര നടപടി എന്ന നിലയിൽ തന്നെ US ഉൽപ്പന്നങ്ങൾക്കും താരിഫ് ഏർപ്പെടുത്തി. ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ PJ വിൻസെന്റ്, കാനഡയിലെ മാധ്യമപ്രവർത്തകനായ ആസാദ് ജയൻ, പബ്ലിക് പോളിസി വിദഗ്ധ വിനീത ഹരിഹരൻ എന്നിവർ. ആദ്യം ശ്രീ വിനീത ഹരിഹരൻ, ട്രംപ് തന്റെ സുഹൃത്താണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെടുമ്പോഴും ഇന്ത്യയോടുള്ള അമേരിക്കയുടെ നയങ്ങളിൽ മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ. നമസ്കാരം. ഇപ്പോ ട്രംപിന്റെ ഒരു പുതിയ ഒരു അവതാരം എന്ന് പറയുമ്പോൾ, സെക്കൻഡ് അവതാർ ട്രംപ് 2.0 എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇതൊരു വേറൊരു അവതാരം തന്നെയാണ്. അവര് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പീസ് മേക്കർ ആയിട്ടാണ് അവര് അറിയപ്പെടാൻ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോ ഈ ഒരു ഫേസിൽ ഹി വാണ്ട്സ് ടു ബി നോൺ ആസ് എ പീസ് മേക്കർ ആൻഡ് എ ട്രബിൾ ഷൂട്ടർ. അങ്ങനത്തെ ഒരു കാര്യത്തിലാണ്. പിന്നെ അമേരിക്ക ഫസ്റ്റ് പോളിസിയുടെ ഒരു പോളിസീസ് ആണ് ട്രംപ് പറയണത്. ഇപ്പൊ പീസ് മേക്കറിനെ നമുക്കറിയാലോ, യുക്രൈന്റെ വാറും പിന്നെ അങ്ങനത്തെ കുറെ വാർ സിറ്റുവേഷൻസ് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. പിന്നെ US ഫണ്ടിങ് ടുവേർഡ്സ് ദിസ് വാർ ഇസ് ഓൾസോ ഗോയിങ് ടു എൻഡ്. അത് നമ്മള് വേൾഡിനെ സംബന്ധിച്ചോളം ഇറ്റ്സ് എ ഗുഡ് തിങ്. അപ്പോൾ ഐ കം ടു ദി പോയിന്റ് ഓഫ് ഇന്ത്യ. പക്ഷെ ഫസ്റ്റ് വേൾഡ് ഓർഡർ നോക്കുമ്പോൾ ഈ രണ്ട് വാറും അവർക്ക് തീർക്കാൻ പറ്റുന്നെങ്കിൽ, ഇഫ് ഹി ക്യാൻ ബ്രിങ് എൻ എൻഡ് ടു ദി യുക്രൈൻ വാർ, അതൊരു വലിയ നേട്ടം തന്നെയായിരിക്കും. അതില്ലാണ്ട് ട്രബിൾ ഷൂട്ടറിന്റെ ഒരു റോളും കൂടിയും പ്ലേ ചെയ്യാനായിട്ട് ട്രംപ് ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഒരു സെക്കൻഡ് ഒരു ഫേസില്. പിന്നെ അതില്ലാണ്ട് തന്നെ കുറെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ഉള്ള ട്രീറ്റീസ്, ക്ലൈമറ്റിന്റെ ട്രീറ്റീസും ഒക്കെ അത് പിൻവലിക്കുന്നുണ്ട് ട്രംപ്. പക്ഷേ അതിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് കാണാൻ പറ്റും റിന്യൂവൽ എനർജി സെക്ടറിലും. അതിലൊക്കെ നമുക്ക് അതൊരു ഇമ്പാക്ട് ഉണ്ടാവും. US വിത്ഡ്രോ ചെയ്താലും പക്ഷേ വേറെ കുറെ കൺട്രീസിലും ഇപ്പൊ ഈ ടാരിഫ്സ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. പർട്ടിക്കുലർലി മെക്സിക്കോയിലും കാനഡയിലും അവിടെയൊക്കെ ടാരിഫ്സ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരു റീജിയണലി നമുക്ക് കുറെ മൾട്ടിപോളാർ വേൾഡ് ആയിട്ട് നമ്മൾ മാറാൻ ഒരു സാധ്യത ഉണ്ട്. US മാത്രം ആശ്രയിക്കാണ്ട് ഇന്ത്യ ഇപ്പോൾ പല കൺട്രീസിലോട്ട് ട്രേഡ് എക്സ്ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. ഓൾറെഡി നമുക്ക് കാണാൻ പല ട്രീറ്റീസും പല കൺട്രീസ് ആയിട്ട് മോദിജി പോകുന്നുണ്ട് പല കൺട്രീസിലും. അപ്പൊ US സെൻട്രിക് മാത്രം അല്ലാണ്ട് ഒരു വേൾഡ് ഓർഡറിലോട്ടാണ് നമ്മൾ മാറാൻ സാധ്യത ഉള്ളത് ഈ ഒരു പ്രസന്റ് ടാരിഫ് വാറിന്റെ ഒരു സിറ്റുവേഷനിൽ. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ടു യുവർ ക്വസ്റ്റ്യൻ ദാറ്റ് മോദി ഈസ് ട്രംപ്സ് ഫ്രണ്ട്, ഈ ഒരു ടാരിഫ് സിറ്റുവേഷനിൽ ട്രംപ് എപ്പോഴും ഒരു കഠിനമായ ഒരു തീരുമാനം തന്നെയാണ്. ബിക്കോസ് നമ്മുടെ ടാരിഫ്സ് നോക്കുകയാണെങ്കിൽ നമ്മളും ഈക്വലി ഹൈ ടാരിഫ്സ് ആണ് ഇമ്പോസ് ചെയ്യുന്നത് US-ന്റെ ഇമ്പോർട്ട്സിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപ് പറയാണ് ഒരു ഫെയർ പ്ലേ വേണം. വി ആർ ഫ്രണ്ട്സ് ബട്ട് സ്റ്റിൽ ടാരിഫിൽ ഒരു നെഗോസിയേഷൻ ഇല്ല എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പൊ ഫ്രം ദി US പെർസ്പെക്ടീവ് ദാറ്റ് ഇസ് ഓക്കെ ഫ്രം ദ US പെർസ്പെക്ടീവ്. പക്ഷെ നമ്മൾ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് കാത്തു സൂക്ഷിക്കാനായിട്ട് നെഗോസിയേഷൻസും എല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ മാർച്ച് 12 അറിയാൻ പറ്റുക ഫൈനൽ ടാരിഫ് റിസൾട്ട്. തീർച്ചയായും. പക്ഷെ ഈ താരിഫ് ഇന്ത്യയുടെ ഏതൊക്കെ വ്യാപാര മേഖലകളെ ബാധിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്?
ഏറ്റവും കൂടുതൽ ഓട്ടോമൊബൈലും അഗ്രികൾച്ചർ സെക്ടറിലായിരിക്കും അതിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് കാണാൻ കഴിയുക. അതിലാണ് മാക്സിമം ടാരിഫ്സ് ഇമ്പോസ് ചെയ്യാൻ പോണത്. മാക്സിമം ഇമ്പോർട്ട്സും അതിലായിരിക്കും. പക്ഷെ നമ്മുടെ ഒരു ആത്മനിർഭർ ഭാരത്തിന്റെ ഒരു സ്റ്റോറി നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ നമ്മൾ കൂട്ടാൻ തുടങ്ങിയിട്ട് ഒരു 10 കൊല്ലം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഇപ്പോൾ ഒരു വലിയൊരു ഇറ്റ്സ് കമ്മിങ് ടു ആർ റെസ്ക്യൂ. ബിക്കോസ് നമ്മുടെ ഇന്റേണൽ പ്രൊഡക്ഷൻസ് നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻസ് ഒരുപാട് കൂട്ടിയ കാരണം നമുക്ക് ഇമ്പോർട്ട് ഡിപ്പെൻഡന്റ് ആവാണ്ട് നമുക്ക് കഴിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഓഫ് കോഴ്സ് ഇമ്പോർട്ട്സ് ഉണ്ട്, കുറെ ഇമ്പോർട്ട്സ് ഉണ്ട് ഇപ്പോഴും. അപ്പൊ ഈ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യുന്നത് ഓട്ടോമൊബൈൽസും അഗ്രികൾച്ചർ സെക്ടർ ആയിരിക്കും. ഇമ്പോർട്ട്സിനെ ആശ്രയിക്കാതെ ഇന്ത്യക്ക് നിലനിൽക്കാൻ സാധ്യമല്ല എന്നുള്ളതിന് തെളിവാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ US പോയിരിക്കുകയാണ്, ചർച്ചകൾ നടത്തുന്നുണ്ട്. ഈ ചർച്ചകളൊക്കെ എത്രമാത്രം ഫലപ്രദമാകുമെന്നാണ് താങ്കൾ കരുതുന്നത്? Definitely, negotiations is one of the biggest, tools നമ്മുടെ എല്ലാ കാര്യത്തിലും ഈ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിലും നെഗോസിയേഷൻസ് ആണ് ഏറ്റവും വലിയ ഒരു ടൂൾ നമ്മുടെ ഉള്ളത്. അപ്പൊ ഡെഫിനറ്റ്ലി ഈ മീറ്റിംഗ്സും ഈ ഡിസ്കഷൻസും നമുക്ക് ഹോപ്പ് ചെയ്യാം ഒരു ടാരിഫ് സ്ട്രക്ചർ ഒരു ബാലൻസ്ഡ് ആയിട്ട് വിൻ വിൻ സിറ്റുവേഷനിലോട്ട് മാറും എന്നാണ് വി കൻ ഹോപ്പ് ഫോർ ദാറ്റ്. ശരി, മടങ്ങി വരാം. ശ്രീ ആസാദ് ജയൻ, ഈ താരിഫ് മാറ്റങ്ങൾ മൂലം കാനഡയിൽ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ ഇത് കാനഡയിൽ മാത്രമല്ല, ഇത് അമേരിക്കയിലും ഒരു തരത്തിൽ ഇതിന്റെ വിപണിയിലും വിലയിലും എല്ലാം റിഫ്ലക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓഫ്കോഴ്സ് കാനഡയിൽ ഇത്തരം ഒരു തീരുവ ചുമത്തുമ്പോൾ കാനഡയിൽ നിന്നുള്ള US-ന്റെ ഇമ്പോർട്ട് അവർ കുറയ്ക്കും. അപ്പോൾ ഈ സാധനങ്ങൾ അധികം ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകേണ്ട സാധനങ്ങൾ അങ്ങോട്ടേക്ക് പോകില്ല. അപ്പൊ അവിടുത്തെ ഇമ്പോർട്ടേഴ്സ് കാനഡയിൽ നിന്നുള്ള സാധനങ്ങൾ കുറയ്ക്കുമ്പോൾ ഇവിടെ നിന്നുള്ള ബിസിനസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാനഡ ഇപ്പോൾ ഇതിന് ഒരു പ്രതികാര നടപടി എന്നുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നത് തിരിച്ചും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തുക. അപ്പം അങ്ങനെ വരുമ്പോൾ ആ സാധനങ്ങളുടെ വില ഇവിടുത്തെ ഇമ്പോർട്ടേഴ്സിന് കൂട്ടാതെ പറ്റാതെ വരും. അപ്പോൾ അത് ഇവിടുത്തെ വിപണിയിലും വില കൂടും, US-ന്റെ വിപണിയിലും വില കൂടും. ശരിക്കും പറഞ്ഞാൽ ഈ താരിഫ് എന്ന് പറയുന്ന ഒരു കാര്യം ഏത് ആളുകളെയാണ് ഗുണം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾ ഓഫ് എ സഡൻ വളരെ പ്രത്യാഘാതങ്ങളാണ് വിപണിയിൽ ഉണ്ടാക്കുക. പക്ഷേ ഇത് ലോങ് ടൈമിൽ അമേരിക്കയ്ക്ക് ഗുണം ചെയ്യുമെന്ന് അമേരിക്ക പറയുന്നു. എന്നാൽ ഇത് ലോങ് ടൈമിൽ കാനഡയ്ക്കും ഒരു ചെറിയ പരിധി വരെ ഗുണം ചെയ്യും. പക്ഷെ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് കാനഡയെ സംബന്ധിച്ചോളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാനഡ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനം 29% ഓഫ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് ക്രൂഡാണ്. ആ ക്രൂഡ് ഒരു ബാരലിന് $4 US-ന് കൊടുക്കുന്നത്. അത് കൊടുത്തിട്ട് അത് തിരിച്ച് റിഫൈൻ ചെയ്ത്, അതായത് റിഫൈനറി കാനഡയിലില്ല, ആ റിഫൈൻ ചെയ്ത് തിരിച്ച് കാനഡയിലേക്ക് എത്തുമ്പോൾ അത് $14-15 നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ ആ ഉണ്ടാകുന്ന ഒരു $11 വ്യത്യാസം, ആ ഒരു വ്യത്യാസത്തിലാണ് കാനഡയെ തിരിച്ചു മേടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ US ആണ്. ഈ പറയുന്ന രീതിയിൽ ഓരോ സാധനങ്ങളും. പിന്നെ ഏറ്റവും കൂടുതൽ കാനഡ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമോട്ടീവ് പാർട്സ് ആണ്. അവിടുത്തെ ഒരു ഓട്ടോമൊബൈൽ മാനുഫാക്ചറർ കാനഡയിൽ നിന്നുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പാർട്ട് അമേരിക്കയിൽ തന്നെ അവരെ ഉൽപ്പാദിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അത് കാനഡയിൽ നിന്ന് അവരെ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമേരിക്കയിലെയും ഈ പറയുന്ന ഓട്ടോമൊബൈൽ പാർട്ടിന് വില ഉയരും. അത് സെയിം സാധനം തന്നെ ഇവിടെയും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, മെഷീനറി പാർട്സ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങളുടെ എല്ലാം വില ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ താരിഫ് ഏർപ്പെടുത്തും. കാനഡ ഒരു തിരിച്ച് താരിഫ് US-ന് ഏർപ്പെടുത്തുമ്പോൾ ഇവിടുത്തെ ഇമ്പോർട്ടേഴ്സും അതേ ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഈ ഇമ്പോർട്ടേഴ്സ് ഈ താരിഫും കൂടെ ചുമത്താൻ നിർബന്ധിതരാകുമ്പോഴത്തേക്കും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്കും വില കൂടുന്ന ഒരു സാഹചര്യം അത് ഓൾറെഡി വിപണിയിൽ റിഫ്ലക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതികാര നടപടി എന്നുള്ള രീതിയിൽ ഇപ്പോൾ കാനഡ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ US ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണം. അതായത് ഇപ്പോൾ കൃത്യമായി ഇവിടെ ഉള്ള പല പ്രൊഡക്ട്സ് പല ഷെൽഫുകളിലും നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പല വാൾമാർട്ട് അല്ലെങ്കിൽ പല കടകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് US-ന്റെ പ്രൊഡക്റ്റ്, കാനഡയുടെ പ്രൊഡക്റ്റ്. ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റ് ഒഫീഷ്യൽസും അതുപോലെ തന്നെ സർക്കാരും എല്ലാം തന്നെ US ഉൽപ്പന്നങ്ങൾക്ക് ഒരു ബഹിഷ്കരണം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് ഒരു പരിധി വരെ എന്താ പറയുന്നത്, കനേഡിയൻ ഉൽപ്പന്നങ്ങളിലേക്ക് ആളുകളെ നിൽക്കാനും കൂടെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. താരിഫ് വർധന
ട്രംപ് ഏർപ്പെടുത്തുന്ന ഈ താരിഫ് കനേഡിയൻ രാഷ്ട്രീയത്തിൽ എങ്ങനെ പ്രതിഫലിക്കും? പ്രത്യേകിച്ച് ജസ്റ്റിൻ ട്രൂഡോയുടെ രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കും? ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ജസ്റ്റിൻ ട്രൂഡോ പാർട്ടിയുടെ നേതൃസ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. പുതിയൊരു ലിബറൽ പാർട്ടി നേതാവിനെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിലേക്ക് വരുന്ന മാർക്ക് കാർണിയാണ് ഇപ്പോൾ ലിബറൽ പാർട്ടിയുടെ നേതാവായിട്ട് വരുന്നത്. പക്ഷെ ഇപ്പോഴും പ്രധാനമന്ത്രി സ്ഥാനത്തുള്ളത് ജസ്റ്റിൻ ട്രൂഡോ തന്നെയാണ്. നിലവിൽ ഇതിനെ കർശനമായ നടപടികളോടെ തന്നെ നേരിടും എന്നുള്ള തീരുമാനമാണ് ട്രൂഡോ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രൂഡോയെ പിന്തുണച്ച് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും, അതായത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇത് രാഷ്ട്രീയ ഭേദമന്യേ ഇവിടുത്തെ ഒരു കനേഡിയൻ ജനങ്ങൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അമേരിക്കയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രൊവിൻസ് ആണ് ഒണ്ടാരിയോ. ഒണ്ടാരിയോയുടെ പ്രീമിയറായ ഡക്ഫോർഡ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സും ഞങ്ങൾ എടുത്തു മാറ്റുമെന്നാണ്. ഇത് ട്രംപ് ചെയ്ത ഏറ്റവും വലിയൊരു അബദ്ധമെന്നാണ് ഡക്ഫോർഡ് വിശേഷിപ്പിച്ചത്. ഏത് എക്സ്റ്റെന്റ് വരെ പോയിട്ടാണെങ്കിലും ഇതിനെ നേരിടും എന്നുള്ള കാര്യവും കൂടെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഇന്നലെ അദ്ദേഹം പറയുകയുണ്ടായി. അമേരിക്കയ്ക്ക് കൊടുക്കുന്ന വൈദ്യുതിയുടെ അളവ് അത് ചിലപ്പോൾ പൂർണ്ണമായും വിച്ഛേദിക്കും എന്നുള്ള തരത്തിൽ കൂടെ ഡക്ഫോർഡ് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ട്രൂഡോ മാത്രമല്ല, അല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടി മാത്രമല്ല, ലിബറൽ പാർട്ടി മാത്രമല്ല, എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ട്രേഡ് വാറിനെ നേരിടണം എന്നുള്ള ഒരു ആഹ്വാനമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉള്ളത്. അതായത് അത് കാനഡയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും എന്നൊരു ഭീതി നിലനിൽക്കുന്നുണ്ട് എന്നാണോ അർത്ഥം? തീർച്ചയായിട്ടും അത് കാനഡയുടെ സാമ്പത്തിക മേഖലയെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് പ്രത്യേകിച്ച് ഇത്രയും ഒരു 25% സ്റ്റീല്, അലൂമിനിയം കൃഷി തുടങ്ങിയ മേഖലകളിൽ ഇത് സ്വാധീനം ചെലുത്താൻ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും സ്റ്റീല്, അലുമിനിയം, കൃഷി തുടങ്ങിയ മേഖലയിലാണ് ഇനി അത് കൂടാതെ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. സ്റ്റീലിന്റെ ഒരു എക്സ്പോർട്ട് ഉണ്ട് കാനഡയ്ക്ക്. ആ മേഖലയെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഗ്രെയിൻസ്, ഫുഡ് ഗ്രെയിൻസിന്റെ എക്സ്പോർട്ടിൽ മുൻപന്തിയിലുള്ള രാജ്യമാണ് കാനഡ. അതിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. അതേപോലെ തന്നെ തിരിച്ചിങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. പ്രൊഡ്യൂസ് ഐറ്റംസ്, അതായത് പച്ചക്കറികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, പഴങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കാനഡയുടെ കാലാവസ്ഥ അനുസരിച്ച് ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ കാനഡയെ ആശ്രയിക്കുന്നത് യുഎസിനെയും മെക്സിക്കോയും ഒക്കെയാണ് ആശ്രയിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് യുഎസിനെ തന്നെയാണ്. അപ്പൊ യുഎസിൽ നിന്ന് ഈ സാധനങ്ങൾ കാനഡയിലേക്ക് വരുമ്പോൾ ഇതിന് ഒരു നികുതി കനേഡിയൻ സർക്കാർ ഏർപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ടും കാനഡയിലെ ഈ പറയുന്ന കാര്യങ്ങളുടെ വില ഉയരുകയും ഇനി ഇൻഫ്ലേഷനിലേക്ക് വഴിവെക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, ശ്രീമതി വിനീത, ചൈന, കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ താരിഫുകളുടെ ഒരു ദീർഘകാല സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും? China and Mexico is your question, അല്ലേ? യെസ്. അതെ. അപ്പോ ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ഒരു ടാരിഫ് ഇംപോസിഷൻ is going to happen. അപ്പോ യുഎസിന്റെ വാർ ഇസ് primarily against China. പക്ഷേ ആൻഡ് മെക്സിക്കോ ഓഫ് കോഴ്സ് ബിക്കോസ് ഓഫ് ദ മൈഗ്രേഷൻ ഇഷ്യൂ കാരണം, ബോർഡർ മൈഗ്രേഷൻ ഇഷ്യൂ കാരണമാണ് മെക്സിക്കോയിലും ഇത്രയും ടാരിഫ്സ് ഇമ്പോസ് ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. ദീർഘകാലത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോ ചൈനയിലും ടാരിഫ്സ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്, മെക്സിക്കോയിലും ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ റീജിയണലി ഇപ്പൊ നമുക്ക് പല മൾട്ടി പോലാർ വേൾഡ് ആയിട്ട് മാറുന്ന ഒരു സാധ്യതയാണ് കാണുന്നത്. ഇപ്പൊ US ഫസ്റ്റ് പോളിസിയാണ് ട്രംപിന്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ. പക്ഷെ അറ്റ് ദ സെയിം ടൈം പല കൺട്രീസ് ആയിട്ടും ഡീലിങ്സ് ആവശ്യമുണ്ട് യുഎസിന്. US ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് എന്നൊരു റിയലൈസേഷൻ അത് ഉണ്ടാവണം. പക്ഷെ അതില്ലാത്ത കാരണം ഇപ്പോ നടക്കാൻ പോണത് ടു ദ ബെനിഫിറ്റ് ഓഫ് വേരിയസ് അതർ കൺട്രീസ്. യുഎസിന്റെ ഒരു ഡോമിനൻസ് റീജിയണൽ ട്രേഡും ഇന്റർ കൺട്രി ട്രേഡിലും അത് കുറയും എന്നാണ് ഇപ്പോ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ടാരിഫ്സ്, ഇത്രയും ഒരു ഹൈ ടാരിഫ് റേറ്റ് ഇമ്പോസ് ചെയ്ത ട്രംപ് വരുന്നതിന് മുമ്പ് തന്നെ ഈ ടാരിഫ് റേറ്റിന്റെ കാര്യങ്ങള് ഒരുപാട് എക്സ്പേർട്സ് ഡിസ്കസ് ചെയ്യുന്നത്, എക്കണോമിക്സും ഒരുപാട് ഈ ഒരു വിഷയത്തില് ഒരു they were concerned about this issue and discussions were going on even before Trump came, because ആദ്യത്തെ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനെ നമ്മൾ നോക്കിയിട്ടുണ്ട് ടാരിഫിന്റെ കാര്യത്തില് ട്രംപിന് ഒരു കോംപ്രമൈസും നടത്താൻ അവർക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ അത് തന്നെയാണ് കാണുന്നത്.
അതില്ലാണ്ട് തന്നെ പക്ഷേ അതില്ലാണ്ട് വേറെ കുറെ മേഖലകളിൽ ലൈക്ക് ഫോർ എക്സാമ്പിൾ AI ആണെങ്കിലും സ്പേസ് ആണെങ്കിലും അതിൽ നമ്മൾ ഇന്റർ കൺട്രി കൊലാബറേഷൻസ് ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് USA കൂടെ. അപ്പൊ അതിന് നമുക്ക് ചിലപ്പോ ബെനിഫിറ്റ് ഉണ്ടാകാം. AI പർട്ടിക്കുലർലി AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സ്പേസിന്റെ സെക്ടറിൽ US ഇന്ത്യയിൽ ഒരുപാട് കൊലാബറേഷൻസ് ഉണ്ടാകാം. അപ്പാർട്ട് ഫ്രം ടാരിഫ്സ് ഇങ്ങനത്തെ കൊലാബറേഷൻസ് ഒക്കെ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. ബിക്കോസ് US-നും നമുക്ക് മാത്രമല്ല US-നും നമ്മുടെ എക്സ്പെർട്ടൈസും നമ്മുടെ ഒരു സ്ട്രെങ്ത് ഈ ഒരു AI ആൻഡ് സ്പേസ് സെക്ടറിലും സ്ട്രെങ്ത് അവർക്ക് ക്യാപിറ്റലൈസ് ചെയ്യണം എന്ന് ഒരു ദേ ഓൾസോ സ്റ്റാൻഡ് ടു ഗെയിൻ ഫ്രം കൊലാബറേറ്റിംഗ് വിത്ത് ഇന്ത്യ. ഇപ്പൊ പഴയ പോലെ ഒരു ഇറ്റ് ഇസ് നോട്ട് പഴയ പോലെ ഒരു കോണ്ടെക്സ്റ്റ് അല്ല. അമേരിക്ക ഫസ്റ്റ്, അമേരിക്ക ഇസ് ബെസ്റ്റ് ഇൻ എവറിത്തിങ് എന്നല്ല. ഇപ്പോ ഇന്ത്യ ഈസ് ഓൾസോ ഗ്രോയിങ് വെരി സ്ട്രോങ് ആൻഡ് ഓഫ് കോഴ്സ് ലൈക്ക് വി സീ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയാണ്. US-നെയും സർപ്പാസ് ചെയ്തിട്ട് നമ്മുടെ എക്കോണമി ഇസ് ഗ്രോയിങ് അറ്റ് 6.5%, വെറസ് US ഇസ് നോട്ട് ഗ്രോയിങ് അറ്റ് ദാറ്റ് പേസ്. പിന്നെ നമ്മുടെ ക്യാപിറ്റൽ ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ GDP-യുടെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിലും ആ ഒരു ഇൻഡിക്കേറ്ററിൽ നമ്മൾ വളരെ സ്ട്രോങ് ആണ്. 31% ആണ്, വെറസ് US ഇസ് ഓൺലി 21%. ചൈന ഇസ് 41, പക്ഷെ നമ്മൾ സെക്കൻഡ് ടു ചൈനയാണ്. അപ്പോ അതുകൊണ്ട് നമുക്ക് കുറെ ഒരു അഡ്വാൻറ്റേജസും കുറെ പ്രൈമസി ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അപ്പൊ മെനി കൺട്രീസ് വിൽ കം ടു ഇന്ത്യ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ശരി. ഒരു സിറ്റുവേഷനിൽ ട്രംപ് ലൈക്ക് അത് പാനലിസ്റ്റ് പറഞ്ഞ പോലെ ഇത് ട്രംപ് കാണിക്കുന്നത് ട്രംപിന് തന്നെ അത് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പോ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നത് വി വിൽ ഹാവ് സം സുപ്രീമസി. പല കൺട്രീസ് വിൽ ലുക്ക് ടുവേർഡ്സ് ഇന്ത്യ ഫോർ ട്രേഡ് ആൻഡ് ഫോർ എക്സ്പോർട്ടിംഗ് ടു ഇന്ത്യ ആൻഡ് ഡൂയിങ് ട്രേഡ് വിത്ത് ഇന്ത്യ. താങ്കൾ പറഞ്ഞതുപോലെ ഈ താരിഫുകൾ US ഫസ്റ്റ് എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ട്രംപ് നടപ്പാക്കുന്നതെങ്കിൽ പോലും ഇത് US-ൽ തന്നെയുള്ള ബിസിനസ്സുകളെയും അവിടെയുള്ള ഉപഭോക്താക്കളെയും ഇത് പ്രതികൂലമായി ബാധിക്കില്ലേ? അതെ, എസ്പെഷ്യലി എക്സ്പോർട്ടേഴ്സിന് ബാധിക്കും ഡെഫിനറ്റ്ലി. ഇഫ് ഓഫ് കോഴ്സ് സോറി ഇമ്പോർട്ട് സിറ്റുവേഷൻ ഇൻ ദി US will definitely be affected. പക്ഷെ ട്രംപിന്റെ ഉദ്ദേശം ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂട്ടുകയാണെന്നാണ്. അപ്പൊ അതാണ് ട്രംപ് ഈ ടാരിഫ്സ് കൂട്ടിയിട്ട് US-ൽ തന്നെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ട്രംപ് നടത്തുന്നത്. കൺസ്യൂമറിസ്റ്റിക് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നുണ്ടല്ലോ, US കൺട്രി ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ആണ് ഈ ടാരിഫ് ഇംപോസിഷൻ. പക്ഷെ അതൊരു ഷോർട്ട് റൺ എഫക്റ്റ് ഉണ്ടാവില്ല. ലോങ് റണ്ണില് അത് അത്ര വലിയ ഒരു ഇമ്പാക്ട് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഇതുകൊണ്ട് തന്നെ മാത്രം ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂട്ടാൻ ഉള്ള സാധ്യത അത്രയ്ക്ക് ഇല്ല. ബിക്കോസ് ഇറ്റ് ഈസ് ലൈക്ക് ഒരു ട്രിഗർ മെക്കാനിസം ആണ്. ടാരിഫ് നമ്മൾ കൂട്ടിയാൽ നമ്മുടെ തന്നെ പ്രൊഡക്ഷൻ നമ്മൾ കൂട്ടാൻ സാധിക്കും. പക്ഷെ അത് മാത്രം പോരല്ലോ, ടാരിഫ് ഇംപോസിഷൻ മാത്രം കൊണ്ട് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂട്ടാൻ സാധ്യത. അവിടെ തന്നെ ഇൻഹെറന്റ് കപ്പാസിറ്റീസ് അവർക്ക് ബൂസ്റ്റ് ചെയ്യണം. അപ്പൊ അവർക്ക് ഇമിഗ്രൻസിന്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ട് US-ൽ. അപ്പൊ ഇന്ത്യ, കാനഡ, മെക്സിക്കോ ഇങ്ങനത്തെ കുറെ രാജ്യങ്ങളിൽ നിന്നാണ് US-ൽ പോയി താമസിച്ചിട്ട് അവരുടെ എക്കോണമി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഹി ഹാസ് ടു ബി കെയർഫുൾ വൈൽ ലുക്കിംഗ് അറ്റ് ഓൾ ഓഫ് ദീസ് തിങ്സ് ഓൾസോ. ശ്രീ ആസാദ് ജയൻ, ഈ താരിഫുകൾ സംബന്ധിച്ച് കാനഡയിലെ പൊതുജനങ്ങളുടെ മാനസികാവസ്ഥ എന്താണ്? കാനഡയിലെ ഈ രാഷ്ട്രീയ നേതൃത്വം നൽകുന്ന അതേ ഒരു ഭീതി ജനങ്ങൾക്കിടയിലുമുണ്ട്. എന്താകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത ആർക്കുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിപ്പോൾ ഇമ്പോസ് ചെയ്തിട്ട് ഇപ്പൊ 2 ദിവസമേ ആയുള്ളൂ. അപ്പോൾ എന്താണ് ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് അറിയണമെങ്കിൽ മിനിമം ഒരു മാസമെങ്കിലും കഴിയണം. ഇപ്പോൾ തന്നെ നമുക്ക് പല സാധനങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നുണ്ട്. പല കാര്യങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ ഉള്ള പ്രൊഡ്യൂസേഴ്സും ഇപ്പോൾ ഉള്ള ഇമ്പോർട്ട്സും എല്ലാം ഓൾറെഡി കയ്യിലുള്ള കാര്യങ്ങളാണ്. അതിന്റെ വില വർധനം ഉണ്ടായില്ലെങ്കിൽ പോലും ഒരു മാസം കൊണ്ട് നമുക്ക് കൃത്യമായി വിപണിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള ആശങ്ക ഇവിടുത്തെ സെൻട്രൽ ബാങ്കിന്റെ ഗവർണർ തന്നെ ആ കാര്യത്തെക്കുറിച്ച് ഒരു ആശങ്ക പറഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ താരിഫ് ആശങ്ക എന്ന് പറയുന്നത് കോവിഡ് കാലത്തുണ്ടായ ആശങ്ക പോലെയല്ല. ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്താണെന്ന് പറയാൻ പോലും പറ്റില്ല എന്നുള്ള കാര്യമാണ് ടിഫ് മക്കെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു ആശങ്ക ജനങ്ങൾക്കിടയിലും ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ അതിലും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, മാഡം പറഞ്ഞതിന്റെ ഒരു ബാക്കിപത്രം പോലെ ഞാൻ പറയട്ടെ, ഇത്
ഓരോ രാജ്യങ്ങളെയും, കാനഡ എന്ന് മാത്രമല്ല ഓരോ രാജ്യങ്ങളെയും, അമേരിക്കയെ ആശ്രയിച്ച് ട്രേഡ് നടത്തിയിരുന്ന ഓരോ രാജ്യങ്ങളെയും അവരുടെ ശക്തി എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ എടുക്കുന്ന ഒരു അവസരം കൂടിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കാനഡയിൽ തന്നെ ഈ ഓയിൽ റിഫൈൻ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ താരിഫ് ഏർപ്പെടുത്തിയ സമയത്ത് അവരതിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങി, ഗവൺമെന്റ് അതിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങി. ഇത്രയും നാൾ ഏറ്റവും ബെസ്റ്റ് ട്രേഡ് പാർട്ണർ, കാനഡയുടെ 75% ട്രേഡ് നടക്കുന്ന ഒരു പാർട്ണർ ആയിട്ടുള്ള അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു ഇവരുടെ ട്രേഡ് മൊത്തം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓയിൽ മുഴുവൻ അവിടെ കൊണ്ട് അമേരിക്കയിലേക്ക് കൊടുത്ത് അത് അവിടുന്ന് റിഫൈൻ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് അതിൽ കൂടിയ പൈസയ്ക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഉപയോഗിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ക്രൂഡിനെ എങ്ങനെ ഇവിടെ റിഫൈൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഗവൺമെന്റ് ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്രൂഡിനെ എങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾ, കാനഡയുടെ ക്രൂഡിന് ഒരുപാട് രാജ്യങ്ങളിൽ, അത് ഇന്ത്യ ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഡിമാൻഡ് ഉള്ള ഒരു സാധനമാണ് കനേഡിയൻ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. അപ്പോൾ അതിനെ എങ്ങനെ ഒരു തീരത്തേക്ക് എത്തിച്ച് ഒരു ഷോറിൽ നിന്ന് അതിനെ കപ്പൽ മാർഗം എങ്ങനെ കയറ്റി അയക്കാം, അതിന്റെ പൈപ്പ് ലൈൻസ് എങ്ങനെ വേണം, ഇത്രയും നാളും പ്രകൃതി സംരക്ഷണത്തിന്റെ ഒക്കെ പേരിൽ പലരും അതിനെ എതിർത്തിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു ട്രേഡ് വാർ, താരിഫിന്റെ ഒരു വാർ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് റീതിങ്ക് ചെയ്തു തുടങ്ങി. ഇങ്ങനെ ഓരോ രാജ്യങ്ങളും അതിന്റെ കാര്യങ്ങൾ റീതിങ്ക് ചെയ്തു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ പുതിയ കംപ്ലീറ്റ്ലി അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യാതെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്ന് പഠിച്ചു വരുമ്പോൾ ഇത് ആത്യന്തികമായിട്ട് US തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ലോങ് ടേം റണ്ണിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാനഡയിലെ ജനങ്ങൾക്ക് ഉള്ള ആശങ്കയൊക്കെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഉണ്ടാവും. ചിലപ്പോൾ ഒരു 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് അതിനെയൊക്കെ റിക്കവർ ചെയ്ത്, കാനഡ മാത്രമല്ല എല്ലാ രാജ്യങ്ങളും റിക്കവർ ചെയ്ത് വരും. പക്ഷെ US തിരിച്ചടി, US ഡിപ്പെൻഡ് ചെയ്തിരുന്ന രാജ്യങ്ങളൊക്കെ US നിന്ന് മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന്. കാനഡയും US തമ്മിലുള്ള ഒരു ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഈ വിള്ളൽ അത് ഒരു ദീർഘകാല പ്രത്യാഘാതത്തിന് കാരണമാവില്ലേ? ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ട്രംപ് 2.0 എന്ന് പറയുന്നത് ശരിക്കും ആദ്യം ഉണ്ടായിരുന്ന ട്രംപ് അല്ല 2.0. ഇപ്പോൾ ശരിക്കും ഒരു ബിസിനസ്സുകാരനായിട്ടാണ് ട്രംപ് സംസാരിക്കുന്നത്. അതിപ്പം ഏത് രാജ്യത്തെ കുറിച്ച് എടുത്തു കഴിഞ്ഞാലും, അതിപ്പം ഏറ്റവും വലിയ സൗഹൃദ രാജ്യമായ കാനഡയ്ക്ക് ഇത്രയും താരിഫ് ഏർപ്പെടുത്തുന്നു, മെക്സിക്കോയ്ക്ക് താരിഫ് ഏർപ്പെടുത്തുന്നു, ചൈന, ഓഫ് കോഴ്സ് ചൈന ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യമാണ്, എന്നാൽ ചൈനയ്ക്ക് താരിഫ് ഏർപ്പെടുത്തുന്നു, ഫ്രാൻസിന്, യൂറോപ്യൻ കൺട്രീസിന് താരിഫ് ഏർപ്പെടുത്തുന്നു, ഗാസയിൽ അവർക്ക് ഒക്കുപ്പൈ ചെയ്ത് അവർക്ക് ബാക്കി കാര്യങ്ങൾ അവിടെ ചെയ്ത് പുതിയ ബിൽഡിങ്സ് ഒക്കെ അവിടെ കെട്ടിപ്പൊക്കണമെന്ന് പറയുന്നു, ഗ്രീൻലാൻഡ് ഒക്കുപ്പൈ ചെയ്യണമെന്ന് പറയുന്നു, ഉക്രൈനോട് $500 ബില്യൺ നഷ്ടപരിഹാരം തിരിച്ചു തരണമെന്ന് പറയുന്നു. അപ്പോൾ അമേരിക്കയിൽ ഒരു ബിസിനസ് പ്രസിഡന്റ് വന്നു എന്ന് വേണം വിശ്വസിക്കാൻ. അല്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടല്ല ഇപ്പോൾ ട്രംപ് പല രാജ്യങ്ങളോടും ഡീൽ ചെയ്യുന്നത്. അത് സൗഹൃദ രാജ്യങ്ങളോടുള്ള നിലപാടും അല്ലാത്ത രാജ്യങ്ങളോടുള്ള നിലപാടും ബിസിനസ് പരമായിട്ട് മാത്രമാണ് കാണുന്നത്. സൗഹൃദം, ഇത്രയും നാളുള്ള അമേരിക്കൻ നയം മറ്റുള്ള രാജ്യങ്ങളോട്, മാം മുമ്പേ പറയുകയുണ്ടായി, പല ഓർഗനൈസേഷൻസും കൊടുത്തിരുന്ന ഫണ്ട് ഡീഫണ്ട് ചെയ്തു. അമേരിക്ക ഇത്രയും നാളുടെ തലപ്പത്ത് നിന്ന് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കരുത്. പക്ഷെ ഇപ്പോ അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞ് ഇവരെ എല്ലാവരും ബിസിനസ് പരമായി മാത്രം കാണാൻ തുടങ്ങുമ്പോൾ US-ഉം കാനഡയും ബന്ധങ്ങളിൽ സർക്കാരുകൾ മാറുമ്പോൾ ചെറിയ ഉലച്ചിലുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് അടുത്ത സർക്കാർ മാറി വരുമ്പോഴത്തേനും ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇത് ഒരു കൺസെൻസസിൽ പോവാതെ ഒരിക്കലും ഇത്രയും അടുത്ത് കിടക്കുന്ന രണ്ട് രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇത്രയും 75% ട്രേഡ് നടക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ ഒരു കൺസെൻസസ് ഇല്ലാതെ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശരിയാണ്. ശ്രീമതി വിനീത ഹരിഹരൻ, ട്രംപിന്റെ ഭരണകൂടത്തിനും US വ്യാപാര നയങ്ങൾക്കും ഈ താരിഫുകളുടെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് US ആണ് ചോദിക്കുന്നത്. അതെ അതെ, റൈറ്റ്. അപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ടാരിഫിന്റെ കാര്യത്തില് ഈവൻ സ്റ്റീവൻസ് എന്ന് പറയും, ഇറ്റ്സ് വിൻ വിൻ സിറ്റുവേഷൻ. വിൻ വിൻ അല്ല, രണ്ടുപേരും ഇഫ് യു ഇമ്പോസ് ടാരിഫ് ഐ വിൽ ഓൾസോ ഇമ്പോസ് ടാരിഫ് ആണ് ട്രംപിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പൊ അതിന്റെ പുറമെ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ കുറെ സെക്ടേഴ്സിൽ കൊലാബറേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ AI,
ടെക്നോളജി, പിന്നെ സ്പേസ് സെക്ടറിലും ഡിഫൻസിന്റെ സെക്ടറിലും കുറെ കൊലാബറേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇന്ത്യ US-ന്റെ തമ്മില്. പിന്നെ അറ്റ് ദ സെയിം ടൈം പല ഇന്ത്യൻ IT ഫേംസ് ഉണ്ട് US-ൽ. അപ്പൊ US-ന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഇന്ത്യൻ IT ഫേംസ് കുറെ കോർപ്പറേറ്റ് ടാക്സ് കട്ട്സും അതൊക്കെ അവർക്ക് എൻജോയ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ് ഔട്ട് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും ബിറ്റ്വീൻ ടാരിഫ്സ് ആൻഡ് അതർ കൊലാബറേഷൻസ് നടത്താൻ പോണത്. അപ്പോൾ അതുകൊണ്ട് അത്ര വലിയ പൊളിറ്റിക്കൽ ഇമ്പാക്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. മോദിജിയും ട്രംപിന്റെയും ഒരു ഫ്രണ്ട്ഷിപ്പിന് അത് ബാധിക്കാൻ സാധ്യതയില്ല. ഇപ്പോഴും നെഗോസിയേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു ഫെയർ ട്രേഡിന്റെ ഒരു ഏരിയയിലേക്ക് നമ്മൾ മാറുക. ഇന്ത്യ ഈസ് ഓൾസോ ബിക്കമിങ് മോർ ആൻഡ് മോർ ഇൻവേർഡ് ലുക്കിംഗ്. നമ്മളും നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻസും ഇൻക്രീസ് ചെയ്യാൻ ഒരു ശ്രമത്തിലാണ്. അപ്പോൾ വേൾഡ് ഓവർ എല്ലാ കൺട്രീസും അവരവരുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റ് ആണ് ഇപ്പോൾ വേൾഡിൽ ഉള്ളത്. ശരിയാണ്. ഇന്ത്യയുടെ കാര്യം മാത്രമല്ല, മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചും ഈ താരിഫ് യുദ്ധം പുതിയ ബന്ധങ്ങൾക്ക് വഴി തുറക്കുകയും പഴയ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കുകയും ചെയ്യും. അത് ഇന്ത്യ എങ്ങനെ ബാധിക്കും? പുതിയ അന്താരാഷ്ട്ര കൂട്ടുകെട്ടുകൾക്കുള്ള സാധ്യത ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അതെ. ജിയോ പൊളിറ്റിക്കലിയും ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് മൾട്ടിപോളാർ വേൾഡ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. US-ന്റെ ഒരു ഡോമിനൻസ് മാറും. ഈ ടാരിഫ് ഇമ്പോസിഷൻ കാരണം തന്നെ രണ്ട് ഡബിൾ എഡ്ജ് സ്വോർഡ് ആണ് ഈ ടാരിഫ്. ഒരു വൺ സൈഡിൽ അത് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂട്ടും, US ഫസ്റ്റിന്റെ പോളിസി പ്രൊമോട്ട് ചെയ്യും. പക്ഷെ അത് അതർ ഹാൻഡ് US-ന്റെ ഒരു സുപ്രീമസി മാറും. ഇപ്പൊ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഈസ് ഓൾസോ നമ്മുടെ വി ആർ പ്രൊട്ടക്ടിങ് അവർ ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്. നമ്മൾ പല കൺട്രീസ് ആയിട്ടും നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയ ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്, പല റീജിയൻസ് യൂറോപ്യൻ യൂണിയൻ ആയിട്ടും നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്, ഫ്രാൻസ് ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറെ കൺട്രീസ് ആയിട്ട് കൊലാബറേഷൻസും ബിസിനസ് കൊലാബറേഷൻസും എക്സ്ചേഞ്ചസും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മൾട്ടിപോളാർ വേൾഡ് ആയിട്ട് മാറും. ട്രേഡ് and collaborations will happen with many countries. അപ്പോൾ പല കൺട്രീസിനും ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് വേൾഡിൽ ഒരു ഡോമിനൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഡോമിനൻസ് എന്ന് പറയാൻ പറ്റില്ല, മൊണോപ്പൊലി ഉണ്ടാവില്ല ഒരു കൺട്രിക്കും. എല്ലാ കൺട്രീസും ഇപ്പോൾ സ്ട്രോങ് ആയാൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ആയിട്ട് മാറും എന്നാണ് ഈ വേൾഡിന്റെ ഒരു ട്രേഡ് സ്റ്റേജ് എന്നാണ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യണത്. ശ്രീ ആസാദ് ജയൻ, ട്രംപിന്റെ നയങ്ങൾ ആഗോളവൽക്കരണത്തിൽ നിന്നുള്ള ഒരു പ്രധാന മാറ്റത്തെ അടയാളപ്പെടുത്തുന്നുവെന്ന് കരുതാമോ? അങ്ങനെ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതൊരിപ്പോ ഒരു അമേരിക്കയുടെ ഒരു നയമല്ല ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇതിനു മുമ്പും ഉണ്ടായിരുന്ന പ്രസിഡന്റുമാരുണ്ടായിരുന്നു അമേരിക്കയ്ക്ക്. അപ്പോഴൊന്നും ഉണ്ടായിരുന്ന ഒരു നയമല്ല ഇപ്പോൾ ട്രംപിന്റെ രണ്ടാം വരവിൽ കാണുന്നത്. ഇത് ട്രംപിസം എന്ന് വേണമെങ്കിൽ പറയാം. ട്രംപിന്റെ മാത്രം നയങ്ങളാണ്. അതിനോട് അമേരിക്കയിലെ തന്നെ പല ഉന്നത ഉദ്യോഗസ്ഥർക്ക് തന്നെ യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ട്രംപിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അതിനെ എതിർത്ത് കഴിഞ്ഞാൽ എന്താണ് പ്രതികരിക്കുക എന്നറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൂടെ നിൽക്കേണ്ടി വന്നേക്കാം. പക്ഷെ പല പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകളും ഈ കാര്യത്തെ വിമർശിക്കുന്നുണ്ട്. നമുക്കത് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പല പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇരിക്കുന്ന പല ബിസിനസ് മേധാവികളും ഇതിനെ എതിർക്കുന്നുണ്ട്. ഇത്തരം താരിഫുകളുമായി ലോകം ഒരു രാജ്യത്തിനോ രണ്ട് രാജ്യത്തിനോ എതിരെയായിട്ടാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം താരിഫ് ഏർപ്പെടുത്തുന്നതെങ്കിൽ അമേരിക്കയ്ക്ക് അത് പിടിച്ചു വെക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെയും ശത്രുപക്ഷത്തേക്ക് കൊണ്ടുവന്നിട്ട് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? അപ്പോൾ ഒറ്റപ്പെടുന്നത് ഒരു രാജ്യം മാത്രമായിരിക്കും. മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് കൂട്ടുകെട്ടുകൾ ഉടലെടുക്കാൻ അത് സഹായകരമാകുകയുള്ളൂ. അപ്പോഴും ഡൈവേഴ്സിഫിക്കേഷൻ നടക്കും. ശരി, താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ PJ വിൻസെന്റ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ PJ വിൻസെന്റ്, ട്രംപിന്റെ ഈ താരിഫുകൾ ആഗോള വ്യാപാര മേഖലയെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു? അന്താരാഷ്ട്ര ബന്ധങ്ങളെ അത് പൂർണ്ണമായിട്ടും തകിടം മറിച്ച് കളഞ്ഞു. ഒരു ഡിസ്റപ്ഷൻ ഉണ്ടായി കഴിഞ്ഞു അന്താരാഷ്ട്ര വ്യവസ്ഥയിൽ. അത് ഐക്യരാഷ്ട്ര സഭ അപ്രസക്തമായതിൽ തുടങ്ങി WTO-യിൽ നിന്ന്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO-യിൽ നിന്ന് പിന്മാറി തുടങ്ങി ഐക്യരാഷ്ട്ര സംഘടനയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധം അമേരിക്കൻ ഉപരോധം എന്ന് പറയുന്നതായിരിക്കും ശരി, ആ രൂപത്തിൽ മാറ്റങ്ങൾ വന്നു.
പിന്നെ വ്യാപാര യുദ്ധം ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. അതായത് WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ രൂപം കൊണ്ടത് ഡങ്കൽ ഡ്രാഫ്റ്റിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് ആണ്. അപ്പൊ താരിഫും ട്രേഡും സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായിട്ടുള്ള നിയമസ്ഥാപന വ്യവസ്ഥയാണ് WTO. അത് നിയമം മുഖേന, അതായത് ഗാറ്റ് എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര തലത്തിൽ താരിഫിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള നിയമപരമായ അധികാരമുള്ള സ്ഥാപനമാണ് WTO. ഇപ്പോൾ WTOയുടെ പ്രവർത്തനം പോലും WTO തന്നെ അപ്രസക്തമായിരിക്കുന്നു. ഇപ്പോൾ അമേരിക്ക ആ രാജ്യത്തിന് തോന്നുന്ന വിധം അവര് താരിഫ് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ രാജ്യങ്ങൾ പൂർണ്ണമായി ഇന്റർനാഷണൽ ഇക്കണോമിയിൽ നിന്ന് നാഷണൽ ഇക്കണോമിയിലേക്കുള്ള ഒരു തിരിച്ചു നടത്തം അമേരിക്ക നടത്തുകയാണ്. അത് മാഗയ്ക്ക് വേണ്ടിയിട്ടാണ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന സ്ലോഗൻ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ആന്റിത്തിസിസ് ആഗോളാടിസ്ഥാനത്തിൽ രൂപപ്പെടും. അമേരിക്ക അടിച്ചേൽപ്പിക്കുന്ന ഈ താരിഫ് നയം ഒരുപക്ഷെ ബ്രിക്സ് രാജ്യങ്ങളോ അല്ലെങ്കിൽ ചെറിയ രാജ്യങ്ങളാണെങ്കിൽ ചൈനയോട് ചേർന്നോ അതിനെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പുതിയ സാമ്പത്തിക സഖ്യങ്ങൾ രൂപപ്പെടാനും പുതിയ ഗ്രൂപ്പുകൾ രൂപപ്പെടാനും ഇത് കാരണമാകും. ഇപ്പോൾ നമുക്ക് സാമ്പത്തിക അടിസ്ഥാനത്തിൽ സൗത്ത്, ഗ്ലോബൽ സൗത്ത്, ഗ്ലോബൽ നോർത്ത് എന്നുള്ള ഡിവിഷനാണുള്ളത്. അവികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള ഗ്ലോബൽ സൗത്ത്, പിന്നെ വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മ ഗ്ലോബൽ നോർത്ത് എന്ന നിലയ്ക്കുള്ള ഡിവിഷൻ നിലനിൽക്കുകയാണ്. അവിടെ ഈ ഗ്ലോബൽ നോർത്തിലുള്ള വികസിത രാജ്യങ്ങളിൽ പലതും ഗ്ലോബൽ സൗത്തുമായി ചേർന്ന് പുതിയ സാമ്പത്തിക ഐക്യപ്പെടലിന് കാരണമാകുന്ന നിലയിലേക്ക് അമേരിക്ക ഇപ്പോൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ട്രംപ് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ താരിഫ് വ്യവസ്ഥ കാരണമാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ അന്താരാഷ്ട്ര രംഗത്ത് രാഷ്ട്രീയമായി വലിയ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞു. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും അറ്റ്ലാന്റിക് ആൻഡ് അതർ സൈഡ് ഓഫ് അറ്റ്ലാന്റിക് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. വെസ്റ്റേൺ യൂറോപ്പും അമേരിക്കാസും ചേർന്ന ഒരു സിംഗിൾ യൂണിറ്റ് ആണ്. അതിനകത്തുനിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറി കഴിഞ്ഞിരിക്കുന്നു. നാറ്റോയുടെ നിലനിൽപ്പിനെ തന്നെ അദ്ദേഹം ചോദ്യം ചെയ്തിരിക്കുന്നു. നാറ്റോ യൂറോപ്പിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അതിന് ആ പ്രൊട്ടക്ഷൻ നൽകുന്ന ആ അഷുറൻസ് എന്ന ഗ്യാരണ്ടി അമേരിക്കയുടെ വ്യോമസേനയും കരസേനയും നാവികസേനയുമാണ്. അത് യൂറോപ്പിന്റെ ഉത്തരവാദിത്വമാണ്. അമേരിക്ക സൈനിക കവറേജ് നൽകണമെങ്കിൽ, സൈനിക കവർ നൽകണമെങ്കിൽ നിങ്ങൾ പേ ചെയ്യണം എന്ന നിലയ്ക്ക് അദ്ദേഹം ആദ്യ തവണ പ്രസിഡന്റ് ആയപ്പോൾ തന്നെ സൂചിപ്പിച്ച കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നാറ്റോയിൽ നിന്ന് യൂറോപ്പും അമേരിക്കയും ചേർന്ന ഒരു ജൈവ സാംസ്കാരിക രാഷ്ട്രീയ കൂട്ടായ്മയിൽ ട്രംപ് പുറത്ത് കടന്നിരുന്നു ആദ്യ കാലഘട്ടത്തിൽ തന്നെ, ആദ്യത്തെ അദ്ദേഹത്തിന്റെ പ്രസിഡൻസിയുടെ കാലത്ത് തന്നെ. അത് കൂടുതൽ ശക്തിപ്പെടുത്തുന്ന നിലയിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ പോകുന്നത്. അവിടെ യൂറോപ്യൻ യൂണിയനെ അപ്രസക്തമാക്കി ഈ ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് നേരിട്ട് അമേരിക്കയും റഷ്യയും തമ്മിൽ ആശയവിനിമയം നടത്തി യുദ്ധം പോയിരിക്കുന്നു. അപ്പോൾ അത് യൂറോപ്യൻ യൂണിയനെ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാണ്. 16 ട്രില്യൺ യൂറോപ്യൻ പറയുന്നത്. 27 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. ഈ അപ്രസക്തമാക്കുന്നു എന്ന് വെച്ചാൽ അമേരിക്കയുടെ പിന്നിൽ എക്കാലവും ഉറച്ചു നിന്ന അമേരിക്കയുടെ തന്നെ ഭാഗമായി കണക്കാക്കേണ്ടുന്ന ഒരു മേഖലയാണ് ട്രംപ് മറ്റൊരു അർത്ഥത്തിൽ കൈയൊഴിഞ്ഞിരിക്കുന്നത്. ശരിയാണ്. അതുപോലെ തന്നെ വളർന്നു വരുന്ന വിപണികൾക്ക് ഇതൊരു അപകട സാധ്യതയല്ലേ? ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇതൊരു ദീർഘകാല പ്രത്യാഘാതം ഉണ്ടാക്കുന്ന നടപടിയല്ലേ? തീർച്ചയായും. പക്ഷെ അത് പുതിയ രൂപത്തിലുള്ള കൂട്ടായ്മകൾ വളരെ പെട്ടെന്ന് തന്നെ രൂപപ്പെടും. അതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പൊ ഡോളറിന്റെ അപ്രമാദിത്വം കൊണ്ടാണ് അമേരിക്കയ്ക്ക് അന്താരാഷ്ട്ര സാമ്പത്തിക നിർണായകമായ സ്വാധീനം ചെലുത്താൻ പറ്റുന്നത്. ബ്രെട്ടൻ വുഡ് സിസ്റ്റേഴ്സ്, IMFന്റെയും വേൾഡ് ബാങ്കിനെയും അതുപോലെ മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളെയും ഒക്കെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ്. അവിടെ ഈ ഡോളർ ഡിപ്ലോമസി നിർണായകമായി ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ബ്രിക്സ് രാജ്യങ്ങള് ഒരു കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്താൽ വരും. യൂറോ തന്നെ ഇപ്പോൾ ശക്തമായ നിലയിലാണ്. അതത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ നിലവിലുള്ള സാഹചര്യത്തിൽ എളുപ്പമല്ല. പക്ഷേ പുതിയ സാഹചര്യം വരുമ്പോൾ പുതിയ രൂപത്തിലുള്ള കൂട്ടായ്മകളും പുതിയ പരീക്ഷണങ്ങളും രാജ്യങ്ങൾ നടത്തും. അത്തരം അനുഭവങ്ങളാണല്ലോ ലോകത്തിലുള്ളത്.
ഇപ്പൊ നമ്മള് സമീപകാലത്തൊക്കെ നമ്മളുടെ ഡിസ്റപ്ഷൻ ബൈ ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ പറയുന്ന ഒരു വാക്യമാണ്. ഒരു പുതിയൊരു സാങ്കേതിക വിദ്യ വരുമ്പോൾ അത് വലിയ ഡിസ്റപ്ഷൻ കൊണ്ടുവന്ന് പുതിയ രൂപത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. അതുപോലെ അന്താരാഷ്ട്ര രംഗത്ത് ഇപ്പോൾ ഒരു ഡിസ്റപ്ഷൻ വന്നു കഴിഞ്ഞു ട്രംപിന്റെ വരവോടുകൂടി. അപ്പൊ അതിനകത്തുനിന്ന് നിലവിലുള്ള സ്ഥിതിവിവര കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഡോളറിന്റെ ഡിപ്ലോമസി സമീപകാലത്തൊന്നും തകരില്ല എന്ന് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല കാര്യങ്ങൾ. വളരെ പെട്ടെന്ന് തന്നെ ആഗോള രംഗത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. ആ മാറ്റങ്ങൾ ഏതു തരത്തിൽ വേണമെങ്കിലും മാറാം. അപ്പോൾ അവിടെ ട്രംപ് ഇപ്പൊ ലക്ഷ്യം വെക്കുന്ന മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളത് അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയായി മാറാൻ സാധ്യത. അതിജീവനം ഓരോ രാജ്യങ്ങളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു അതിജീവന പ്രതിസന്ധിയിലേക്ക് ചെറു രാജ്യങ്ങളെയും യൂറോപ്യൻ യൂണിയനെയാകുകയും അതുപോലെ ചൈനയോ അല്ലെ വൻശക്തികളെയും ഒക്കെ തള്ളിവിടുന്ന നിലയിലേക്ക് അമേരിക്കയുടെ ഉപരോധ വ്യവസ്ഥയും അമേരിക്കയുടെ താരിഫ് വ്യവസ്ഥയും മാറുമ്പോൾ മറ്റു രാജ്യങ്ങൾ അതിജീവനത്തിന് വേണ്ടി പുതിയ കൂട്ടായ്മകൾ ഉണ്ടാക്കും, പുതിയ തന്ത്രങ്ങൾ മെനയും. അത് ഏത് രീതിയിലായിരിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ശരി. അപ്പോൾ അവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത 2008 തകർച്ച, സാമ്പത്തിക തകർച്ചയിൽ ഇതുവരെയും അമേരിക്ക കരകയറിയിട്ടില്ല എന്ന് കാണണം. അതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ അമേരിക്കൻ സാമ്പത്തിക രംഗത്തും ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഗ്ലോബൽ സിനാറിയോ പോകുന്നു. ഏതായാലും ഒരു ഡിസ്റപ്ഷൻ ട്രംപ് കൊണ്ടുവന്നിരിക്കുന്നു. ഇനി അത് എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് കണ്ടു തന്നെ കാണേണ്ടിയിരിക്കും. ശ്രീ പി ജെ വിൻസെന്റ്, അതുപോലെ ചൈന, കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇതിന്റെ ഒരു പ്രതിഫലനം എന്തായിരിക്കും? ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയുമില്ല. കാരണം അത് 19.7 ട്രില്യൺ ഇക്കണോമിയാണ്. അതിന് വലിയ മാർക്കറ്റ് ഉണ്ട്, വലിയ ജനതയുണ്ട്, അതിന് വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് ചൈനയെ ഈ വ്യാപാര ഉപരോധ കുരുക്കിൽപ്പെടുത്തി തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല. കാരണം അതിന് അതിജീവന ശേഷി അസാമാന്യമാണ്. അതേസമയം കാനഡയും മെക്സിക്കോയും അമേരിക്കൻ താല്പര്യത്തിന് മുന്നിൽ കീഴടങ്ങുകയല്ലാതെ അവർക്ക് മറ്റു മാർഗമൊന്നുമില്ല. ചെറിയ ഇക്കണോമിയാണ്, മാത്രമല്ല അവരുടെ സെക്യൂരിറ്റിയുടെ വിഷയമുണ്ട്. മറ്റു പല കാര്യങ്ങളിലും കാനഡയും മെക്സിക്കോയും ഡിപ്പെൻഡന്റ് ആണ്. അമേരിക്കൻ ആശ്രിതത്വം പൂർണ്ണമാണ്. അതേസമയം ചൈന ആദ്യശക്തമായി ഇതിനെ അതിജീവിക്കും. അമേരിക്കയുടെ ഉപരോധം കൊണ്ട് ചൈനയ്ക്ക് ചില സാമ്പത്തിക വളർച്ചയിലൊക്കെ ചില്ലറ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് ചൈന അതിനെ അതിജീവിക്കാനുള്ള ശേഷി അവർക്കുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് ശ്രീമതി വിനീത ഹരിഹരൻ, WTO പോലുള്ള സംഘടനകൾ ഈ താരിഫിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നാണ് താങ്കൾ കരുതുന്നത്? അതെ, WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. അപ്പോ അവര് ദേ ഷുഡ് ടേക്ക് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ വേൾഡ് അറ്റ് ലാർജ് എന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോ എല്ലാവരും ഈ പാനലിൽ അഗ്രി ചെയ്യുന്നുണ്ട്. ഇപ്പൊ US-ന്റെ ഒരു ഡോമിനൻസ് മാറി കിട്ടും. ഈ ടാരിഫ്സ് ഒക്കെ ഇമ്പോസ് ചെയ്താൽ നമ്മൾ മൾട്ടിപോളാർ വേൾഡ് ആയിട്ട് മാറും. അപ്പൊ WTO അക്കോർഡിംഗ്ലി ഗ്ലോബൽ റിസഷൻ വരുത്താണ്ടിരിക്കാനായിട്ടൊരു ശ്രമം ആയിരിക്കണം WTOയുടെ. ബിക്കോസ് ഇങ്ങനെ ചിലപ്പോൾ ഈ ഇമ്മീഡിയറ്റ് റിയാക്ഷൻസ് ഡൗ ജോൺസ് ഇൻഡെക്സും അതിന്റെ ഒക്കെ ഒരു ഇമ്പാക്റ്റഡ് ആണ്, നെഗറ്റീവ്ലി ഇമ്പാക്റ്റഡ് ആണ് ട്രംപിന്റെ ടാരിഫ് അനൗൺസ്മെന്റ് കഴിഞ്ഞിട്ട്. അപ്പൊ ഇത് ഗ്ലോബലി റിസഷൻ ഉണ്ടാവാണ്ടിരിക്കാനായിട്ട്, ഒരു ഡൗൺ ടേൺ ഉണ്ടാവാണ്ടിരിക്കാനായിട്ടായിരിക്കണം WTOയുടെയും ഇങ്ങനത്തെ ഓർഗനൈസേഷൻസിന്റെ ശ്രമങ്ങൾ ഉണ്ടാവേണ്ടത്. പക്ഷെ ട്രംപ് ഇസ് ഓൾസോ ഈ മൾട്ടിലാറ്ററൽ ഓർഗനൈസേഷൻസിന്റെയും ഒരു വലിയ ഫേവറബിൾ ആയിരുന്നില്ല ട്രംപ് ആദ്യത്തെ ഘട്ടത്തില്. അതിന്റെ കുറിച്ച് ഇപ്പോൾ നമുക്ക് അറിയാൻ ഇറ്റ്സ് നോട്ട് യെറ്റ് ക്ലിയർ. പക്ഷെ ഈ ക്ലൈമറ്റ് നെഗോസിയേഷൻസ് പിൻവലിച്ചു കഴിഞ്ഞു ട്രംപ്. അതും അത്ര വലിയ ഒരു നല്ല ഡിസിഷൻ ആയിരുന്നില്ല. പക്ഷെ നെവർദലെസ് മറ്റ് കൺട്രീസിലൊക്കെ യൂറോപ്യൻ യൂണിയൻ ആയാലും ഇപ്പൊ ക്ലൈമറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇറ്റ്സ് ഇമ്പോർട്ടന്റ് അതിനെ കുറിച്ച് റിഫ്ലക്ട് ചെയ്യാനായിട്ട്. നമ്മുടെ കൺട്രിയും മോദിജിയുടെ വളരെ വലിയൊരു ഫിലോസഫി ആയിരുന്നു റിന്യൂവബിൾ എനർജിയും നമ്മൾ ഒരുപാട് ഓൾട്ടർനേറ്റ് എനർജീസിന്റെ ഗ്രീനിങ് ഓഫ് ഇന്ത്യ, ഗ്രീനിങ് ഓഫ് ആർ ഇൻഡസ്ട്രീസ്, അതിന്റെ ഒക്കെ ഒരു വലിയൊരു ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് വി വിൽ കണ്ടിന്യൂ. ബട്ട് മേ ബി യു നെവർ നോ, ഇന്ത്യ ക്യാൻ ബിക്കം ദ നെക്സ്റ്റ് ലീഡർ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഇൻ ദ വേൾഡ്. ഇന്ത്യ റിന്യൂവബിൾ എനർജി സെക്ടറിന്റെ വലിയൊരു ലീഡറായിട്ട് മാറാം. അപ്പൊ ഇങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസ് വേറെ കുറെ കൺട്രീസിന് ഓപ്പൺ അപ്പ് ചെയ്യുന്നുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ പി ജെ വിൻസെന്റ്, ഈ താരിഫുകൾ ഒരു പൂർണ്ണമായ വ്യാപാര യുദ്ധത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? അത് സാധ്യത കുറവാണ്.
സാധ്യത കുറവാണ്. കാരണം എന്താ വെച്ചാല് ഇതിൽ ട്രംപിന്റെ നയങ്ങളുടെ ഒരു പ്രത്യേകത, അദ്ദേഹം ഈ താരിഫ് പ്രയോഗിച്ചുമ്പോഴും ടിറ്റ് ഫോർ ടാറ്റ് എന്ന നിലയിലാണ്. ഇപ്പൊ നമുക്ക് തന്നെ ഈ ഇന്ത്യയുടെ കാര്യത്തിൽ ട്രംപിന്റെ നിലപാട് ഒരുപക്ഷെ ട്രംപ് ആണ് കറക്റ്റ് എന്നാണ് എന്റെ അഭിപ്രായം. കാരണം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലെ ഇപ്പോ ആ, ആ, അവരുടെ മോട്ടോർ സൈക്കിള് ഹാർലി ഡേവിഡ്സൺ അടക്കം 100% ഒക്കെ ടാക്സ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ട്രംപ് ഒരു നാഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ അദ്ദേഹം നോക്കുമ്പോൾ നിങ്ങൾ ഇത്ര ശതമാനം നികുതി ഞങ്ങളുടെ സാധനങ്ങൾക്ക് ചുമത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതേപോലെ പ്രതികരിക്കും എന്നുള്ളതാണ്. അതൊരു ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് ഒരുപക്ഷെ നെഗോഷ്യബിൾ ആണ്. ഇപ്പൊ ഇന്ത്യ, ചൈന, അതുപോലെ അമേരിക്ക, ഇവിടെ ഒരു സ്പേസ് ഉണ്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ 3 ഇക്കണോമീസ് ആണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യ 5ാം സ്ഥാനത്താണെങ്കിലും പർച്ചേസിംഗ് പവർ പാരിറ്റി നോക്കിയാൽ നമ്മൾ 3ാം സ്ഥാനത്താണ്. മാത്രമല്ല ലോകത്തിൽ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യം എന്ന നിലയിൽ ലോകത്തിൽ ഇനി ഏറ്റവും അധികം വികസിക്കാൻ സാധ്യതയുള്ള മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ, ചൈന, അമേരിക്ക ഈ ബന്ധങ്ങളിൽ ഈ ട്രയാങ്കിൾ നിങ്ങൾ എടുത്താൽ അതിൽ ചെലുത്തുന്ന വ്യാപാര ഈ താരിഫ് റേറ്റ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആയിരിക്കും. കാരണം അത് മ്യൂച്വലി ഡിസ്ട്രക്റ്റീവ് ആയിട്ട് വരും. അതുകൊണ്ട് ചൈനയുമായിട്ടുള്ള ഈ വ്യാപാര യുദ്ധം പോലും ദീർഘകാലത്തേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ചൈന ലോകത്തിലെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മുതലാളിത്ത സമ്പദ്ഘടനയാണ്. സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് കീഴിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന, അമേരിക്കയെക്കാൾ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. 2049 ചൈനീസ് റവല്യൂഷന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ ഒരു സോഷ്യലിസ്റ്റ് സമൂഹമായി മാറും എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇപ്പോൾ അതൊരു ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിക് സിസ്റ്റമാണ് അവിടെയുള്ളത്. സെൻട്രലി കൺട്രോൾഡ് ആണ് എന്ന് മാത്രം. സെൻട്രലി കൺട്രോൾഡ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അതിവേഗം വളരുന്ന ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്കണോമിയാണ് ചൈനയുടേത്. അതുകൊണ്ട് ഇവർ തമ്മിൽ ഉള്ള ആശ്രിതത്വം വളരെ ശക്തമാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നെഗോഷ്യബിൾ ആയിട്ടായിരിക്കും ആ ബന്ധങ്ങൾ മുന്നോട്ട് പോവുക. മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആ രൂപത്തിൽ പ്രവർത്തിക്കണം എന്നില്ല. അവിടെ ട്രംപ് ഡിക്റ്റേറ്റ് ചെയ്യും, ട്രംപിന്റെ നയങ്ങൾ സ്വീകരിക്കാതെ നിവൃത്തി ഉണ്ടാവില്ല. ഈ രീതിയിലായിരിക്കും ഇത് അന്താരാഷ്ട്ര രംഗത്ത്. ഈ ട്രംപിന്റെ നയങ്ങൾ ആഗോളവൽക്കരണത്തിൽ നിന്നുള്ള ഒരു മാറ്റമാണ് എന്ന് കരുതാമോ? തീർച്ചയായിട്ടും അതെ. ആഗോളവൽക്കരണത്തിന്റെ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് 1991 മുതൽ 2008 വരെയുള്ള 1ാം ഘട്ടമാണ്. ആ ഘട്ടത്തിൽ അമേരിക്കനൈസേഷൻ ആയിരുന്നു. സമ്പൂർണമായി അമേരിക്ക നേതൃത്വം നൽകുന്ന, അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ആഗോള സമ്പദ് വ്യവസ്ഥ, അതിന്റെ കേന്ദ്രസ്ഥാനത്ത് അമേരിക്കയായിരുന്നു. എന്നാൽ 2008 ദീർഘമാന്ദ്യം, 2008 ലേമൻ ബ്രദേഴ്സ് തകർന്നതോടുകൂടിയാണ് അമേരിക്കയിൽ ദീർഘമാന്ദ്യം ആരംഭിക്കുന്നത്. ആ മാന്ദ്യം ആരംഭിച്ചതോടുകൂടി ചൈന അതിവേഗം വളർച്ച പ്രാപിച്ച് അവര് മുന്നോട്ട് വരികയും അമേരിക്ക ഒരു മാന്ദ്യത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ 2ാം ഘട്ടത്തിൽ 2008 ശേഷമുള്ള ആഗോളീകരണത്തിന്റെ 2ാം ഘട്ടത്തിൽ അമേരിക്കയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട മാറ്റം, അവര് ആഗോളീകരണ സാമ്പത്തിക നയങ്ങളിൽ നിന്ന് നേഷണാലിസത്തിലേക്കുള്ള തിരിച്ചുപോക്ക് ആരംഭിച്ചു, പ്രൊട്ടക്ഷനിസത്തിലേക്ക് മാറി. 2016 ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ വളരെ കൃത്യമായി അമേരിക്കൻ താല്പര്യങ്ങൾ എന്നത്, അതായത് നേഷണാലിസത്തിലേക്ക്, ഇന്റർനാഷണാലിസത്തിൽ നിന്ന് നേഷണാലിസത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് 2016 മുതൽ 20 വരെയുള്ള ട്രംപിന്റെ ആദ്യ പ്രസിഡൻസിയിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ ട്രംപ് പൂർണ്ണമായും ഒരു നാഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിലാണ് ഗ്ലോബൽ പൊളിറ്റിക്സിനെയും ഇക്കണോമിയെയും നോക്കിക്കാണുന്നത്. അപ്പോൾ അത് താങ്കൾ സൂചിപ്പിച്ച പോലെ തീർച്ചയായിട്ടും ആഗോളീകരണത്തിൽ നിന്ന് ദേശീയതയിലേക്കുള്ള നാഷണൽ ഇക്കണോമി, നാഷണൽ പൊളിറ്റിക്കൽ സിനാറിയോ, ഇങ്ങനെയുള്ള ഒരു മാറ്റത്തിലെയാണ് സൂചിപ്പിക്കുന്നത്. അത് ആഗോള രംഗത്ത് നമ്മൾ നോക്കുമ്പോൾ അത് കളക്റ്റീവ് സെക്യൂരിറ്റി എന്നതിൽ നിന്ന് വീണ്ടും ബാലൻസ് ഓഫ് പവറിലേക്ക് ലോകം പോകുന്നു. കാരണം ഒരു ശക്തമായ അന്താരാഷ്ട്ര സംഘടന ഉണ്ടെങ്കിൽ മാത്രമേ കളക്റ്റീവ് സെക്യൂരിറ്റി സാധ്യമാവുള്ളൂ. എന്നുവെച്ചാൽ കളക്റ്റീവ് മെഷർ ഫോർ സെക്യൂരിറ്റി എന്നുള്ളതാണ്. അതായത് ഒരു ദുർബലമായ രാജ്യത്തെ ശക്തമായ ഒരു രാജ്യം ആക്രമിച്ചാൽ എല്ലാ രാജ്യങ്ങളും ചേർന്ന് ആ ദുർബലമായ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് കളക്റ്റീവ് സെക്യൂരിറ്റി. ഇവിടെ ശരി, ശ്രീ ആസാദ് ജെയിൻ, അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഈ താരിഫ് ന്യായീകരിക്കത്തക്കതാണോ?
ഇത് അമേരിക്കയിലും മറ്റ് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലുമുള്ള വിദേശ ഇന്ത്യക്കാരെ ഏതു തരത്തിലാണ് ബാധിക്കുക? അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അമേരിക്കൻ പക്ഷം പറയുകയാണെങ്കിൽ അവർ പറയുന്നത് ഈ ഉൽപാദനങ്ങൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഇവിടെയുള്ളവർക്ക് ജോലി കിട്ടി, ഇവിടെ തന്നെ ആ എക്സ്പെൻസ് വേണം എന്നുള്ളതാണ്. പക്ഷേ ഇവർ ഓർക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇമിഗ്രേഷനെ ഒക്കെ ബേസ് ചെയ്തായിരുന്നു അവിടുത്തെ മിക്ക ജോലികളും നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇമിഗ്രൻസിന്റെ കാര്യത്തിൽ തന്നെ, ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇമിഗ്രൻസിന്റെ കാര്യമാണ്. ഇമിഗ്രൻസിന്റെ കാര്യത്തിൽ തന്നെ ഒരു ഉറപ്പില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അമേരിക്കയിലേക്ക് ജോലി തേടി പോകുന്ന ഒരാളാണെങ്കിൽ അവിടെ പോയി ജോലി ചെയ്യാൻ ഞാൻ വില്ലിംഗ് ആണോ എന്ന് രണ്ടു വട്ടം ആലോചിക്കും. കാരണം അപ്പോൾ ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന അമേരിക്കൻ സിറ്റിസൺസിനെ മാത്രം വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, മറ്റുള്ള ആളുകളുടെ സഹായവും ആവശ്യമുണ്ട്. ഇപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടെക്നിക്കൽ സ്കിൽസ് ഉള്ള ആളുകൾ വന്ന് അമേരിക്കയിൽ കൂടിച്ചേർന്ന ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാധനം വരുമ്പോൾ, അങ്ങനെ ഒരു ടെക്നിക്കൽ സ്കിൽസ് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നില്ല എങ്കിൽ, അങ്ങോട്ടേക്ക് പോകാൻ ഞാൻ തയ്യാറല്ലെങ്കിൽ, അവിടുത്തെ ഒരു അസ്ഥിരത്വം, അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് എത്ര കാലം അവിടെ നിൽക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ഇമിഗ്രേഷൻ ലെവൽ തന്നെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അമേരിക്കയിലുള്ള ആളുകളെ മാത്രം വെച്ച് അവർക്ക് ഒരു കാര്യം ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മുമ്പേ വിനീത മേഡം പറഞ്ഞതുപോലെ ഇത് അമേരിക്കയ്ക്ക് തന്നെ ദോഷകരമായി ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ മറ്റുള്ള പല ഓപ്ഷൻസും തേടും. ഇപ്പോൾ റഷ്യയുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സൗഹൃദ രാജ്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ സൗഹൃദമില്ലാത്ത രാജ്യങ്ങളുമായി ഒരു സൗഹൃദം ഉണ്ടാക്കാൻ, അതായത് വേറെ ഒരു ലോകക്രമം തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു സാഹചര്യമാണ് അമേരിക്കയുടെ ഈ ട്രേഡ് വാറിലൂടെ ഉണ്ടായിരിക്കും. ശരി, വ്യക്തമാണ്. ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. ട്രംപിന്റെ താരിഫുകൾ ആഗോള വ്യാപാര മേഖലയിൽ ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നത് തീർച്ചയാണ്. ഈ നയങ്ങൾ ആഗോളവൽക്കരണത്തിൽ നിന്ന് വിശാലമായൊരു മാറ്റത്തെ സൂചിപ്പിക്കുമെന്നും ഭാവി വ്യാപാര കരാറുകളെയും അന്താരാഷ്ട്ര സഹകരണത്തെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നുമുള്ള ആശങ്കകൾ ചർച്ചയിൽ പങ്കെടുത്ത പാനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ആഗോള സമ്പദ് വ്യവസ്ഥ ഒരു വഴിത്തിരിവിലാണെന്നത് വ്യക്തമാണ്. രാജ്യങ്ങൾ ഈ വെല്ലുവിളികളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും മുന്നോട്ടുള്ള വളർച്ച. ട്രംപിന്റെ താരിഫ് നയങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നിസ്സംശയമായും അവയുടെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ PJ വിൻസെന്റ്, ആസാദ് ജെയിൻ, വിനീത ഹരിഹരൻ, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.